മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അന്യഭാഷയും പ്രവചനപരവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും സഭയിൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചുമാണ് പറഞ്ഞത്. നമ്മൾ അന്ന് അവസാനം പറഞ്ഞു വെച്ചത് സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. 20 തൊട്ടുള്ള വാക്യങ്ങളാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനകത്ത് 20 തൊട്ടുള്ള വാക്യങ്ങളിൽ ഇതിൽ പറയുന്നത് തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ, ബുദ്ധിയിലോ മുതിർന്നവരായിരിപ്പീൻ. ഇതൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ, ബുദ്ധിയിലോ മുതിർന്നവരായിരിപ്പീൻ. ചില തിന്മ സംബന്ധിച്ച് നമ്മൾ ശിശുക്കളായിരിക്കണം. നിസ്സാര കാര്യങ്ങളിൽ ശിശുക്കൾ ഒച്ചപ്പാടുണ്ടാക്കും, നിങ്ങൾക്കറിയാമല്ലോ. കാരണം വകതിരിവില്ല, തിരിച്ചറിയാൻ കഴിവില്ല. അന്യഭാഷയുടെ കാര്യത്തിൽ കോരിന്ത്യര് അമിത പ്രാധാന്യം കാണിച്ചു. അതാണ് ഇവിടെ കാണുന്നത്. അത് ഒരു അപക്വതയുടെ തെളിവാണ് എന്ന് ഇവിടെ തുറന്നു പറയുകയാണ്. ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, ബുദ്ധിയിൽ മുതിർന്നവരാകണം എന്ന് പറഞ്ഞിട്ട് ഈ അന്യഭാഷയുടെ കാര്യം വീണ്ടും പറയുകയാണ്. അടുത്ത വാക്യത്തിൽ അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവർ എൻ്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. യെശയ്യാവ് 28:11-12 വാക്യങ്ങൾ കോട്ട് ചെയ്ത് പറയുകയാണ്. അവരെൻ്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് വെച്ചാൽ അത് മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ് കേൾക്കാത്തത്. അവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന പ്രവാചകന്മാരെ ഇസ്രായേൽ നിരാകരിച്ചു. അതായത് അവരൊക്കെ മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുന്ന ജനത്തെ അവരുടെ നേരെ വരുത്തുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകി. ഇതൊരു ന്യായവിധിയായിരുന്നു, ദൈവശിക്ഷയുടെയും അതൃപ്തിയുടെയും സൂചനയായിരുന്നു അത്. വിവിധ ജാതികൾക്ക് അവരുടെ ഭാഷയിൽ സുവിശേഷം മനസ്സിലാക്കുവാൻ ഭാഷാപരം ഉപയുക്തമായിരുന്നെങ്കിലും പ്രകടനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നത് ശാപമാണ്. ചില ആളുകൾക്ക് ഭാഷാപരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം പഠിച്ചു പറയുന്ന അന്യഭാഷകളുണ്ട്. പഠിച്ചു പറയുന്നത് ഭൂരിപക്ഷം ആളുകൾ ഈ പഠിച്ചു പറയുന്ന അന്യഭാഷ, അവരുടെ ഒരു സ്റ്റൈൽ ഒരുപോലെ. ഈ അന്യഭാഷ പ്രാപിച്ചു പറയുന്നതും പഠിച്ചു പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് വിവേചിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അതുപോലെ തന്നെ പറയുന്നത് ദൈവാത്മാവ് ചിലർക്ക് വരങ്ങൾ നൽകിയിട്ടുണ്ട്, അത് പ്രയോഗിക്കുന്ന കാര്യത്തിൽ അവരവരെ ഉത്തരവാദികളാണ്. 22-ാം വാക്യത്തിൽ അതുകൊണ്ട് അന്യഭാഷ വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ ഉള്ളത് അടയാളമായിരിക്കുന്നു. ഒരു അവിശ്വാസികൾക്ക് അടയാളമാകുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും ഒരാൾ അത് വിവേചിച്ചു കൊടുക്കണം, എങ്കിലേ അവിശ്വാസികൾക്ക് അത് അടയാളമാവുള്ളൂ. ഇത് ഇന്ന് മനസ്സിലാക്കാതെ സഭകളിൽ ധാരാളമായി അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ എന്താണ് ആ അടയാളം? വിശ്വാസികൾക്കത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്, സമ്മതിച്ചു. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെ അത് മനസ്സിലാവും? സഭായോഗത്തിൽ അവിശ്വാസികൾ പുറജാതികളും ഒക്കെ ഉണ്ടായിരിക്കും. അവർ ഒരുമിച്ച് കൂടി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ, വിശ്വാസികളെല്ലാം കൂടെ പറഞ്ഞാൽ അതൊരു ഭ്രാന്തന്മാരുടെ സമ്മേളനമെന്ന് അവർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യാഖ്യാനം കൂടാതെ ഭാഷാപരം കഴിവതും ഉപയോഗിക്കരുത് എന്ന് പൗലോസ് ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇത് സഭകളുടെ ടീച്ചിങ്ങിന് എതിരായിട്ടൊന്നുമല്ല, ബൈബിൾ പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ബൈബിളിൽ പറയുന്ന കാര്യങ്ങളാണ്. 24-25 വാക്യങ്ങളിലെ പ്രവചനപരത്തിൻ്റെ ഉപയോഗം ഉറപ്പിച്ചു പറയുന്ന ഭാഗങ്ങളാണ്. പ്രവചന ശുശ്രൂഷ നിർവഹിക്കുന്നത് അവിശ്വാസിക്കും ആത്മവരമില്ലാത്തവനും പാപബോധം ഉളവാക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും കാരണമാകും. രക്ഷയ്ക്ക് ജ്ഞാനിയാകുവാൻ മതിയായ തിരുവെഴുത്ത് ആധാരമാക്കിയുള്ള പ്രവചനം. ഒന്നുകൂടെ ഞാൻ പറയാം. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്ത് ആധാരമാക്കിയുള്ള പ്രവചനം പാപബോധത്തിലേക്കും രക്ഷയിലേക്കും നടത്തും. ഇപ്പോൾ ഒരു അവിശ്വാസി കയറി വന്നാൽ പോലും
അവൻ്റെ പാപത്തെക്കുറിച്ച് അവനൊരു ബോധം വരുത്താനായിട്ട് നിന്റെ പ്രവചനം കൊണ്ട് പറ്റിയെങ്കിൽ അവിടെ 6 നേട്ടങ്ങളാണ് ഈ വാക്യത്തിൽ പറയുന്നത്. എന്താണ്? 1, അവന് പാപബോധം വരും. 1. രണ്ടാമത്, അവൻ മറ്റുള്ളവരാൽ വിവേചിക്കപ്പെടും, എന്നുവെച്ചാൽ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടും. 3, രഹസ്യങ്ങൾ വെളിപ്പെടും. ഇതിനകത്ത് പറയുന്നതാണ്, ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. 4, അവൻ കവിണ്ണു വീഴും. കവിണ്ണു വീഴുമെന്ന് പറഞ്ഞാൽ റിപ്പൻറ്റൻസിലെ ദൈവത്തെങ്കിലേക്ക് തിരിയും. 5, വാസ്തവമായി ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. പിന്നെ അവൻ ദൈവത്തെ നമസ്കരിക്കും. എന്നിട്ട് ഈ 6 കാര്യങ്ങൾ ശരിയായിട്ടുള്ളൊരു പ്രവചന വരമുള്ള ഒരാൾ സഭയിലുണ്ടെങ്കിൽ, ഒരു പാപിയായിട്ടുള്ള മനുഷ്യൻ കടന്നു വന്നാൽ ആ രീതിയിൽ കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ഓരോരുത്തർ കൂടി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരുത്തിന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലതും ആത്മീയ വർധനയ്ക്കായിട്ട് ഉതകട്ടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർന്നാണ് സഭയെ വളർത്തേണ്ടത്. ഭാഷാപരം ആരാധന യോഗത്തിന് ഒരു കുത്തകയാക്കി നമ്മൾ ചിന്തിക്കരുത്. ആരെങ്കിലും പറഞ്ഞോട്ടെ, സംസാരിക്കുന്ന എണ്ണം പരിമിതമായിരിക്കണം. 2 or 3 പേരെ സംസാരിക്കാവൂ. സംസാരിക്കുന്നവർ ഒരുമിച്ച് സംസാരിക്കുക, ഓരോരുത്തരായിട്ട് സംസാരിക്കണം. സംസാരിക്കുക മാത്രമല്ല, ഒരാളെ വ്യാഖ്യാനി വേണം. വ്യാഖ്യാനി ഇല്ലെങ്കിൽ സഭയിൽ പരസ്യമായി ഉപയോഗിക്കരുത് എന്ന് അപ്പോസ്തലനിലൂടെ വിലക്കുകയാണ്. അതുകൊണ്ട് അന്യഭാഷക്കാരൻ ഭാഷ പറയുന്നതിന് മുമ്പ് വ്യാഖ്യാനി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവൻ ഹൃദയത്തിൽ ദൈവവുമായി സംസാരിക്കാം. ഇതാണ് ഇവിടെ പറയുന്ന കാര്യം. ഇതിനകത്ത് 27-ാം വാക്യത്തിൽ 28-ാം വാക്യത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഓർഡറാണ്, ഹൗ ടു ഡു ഇറ്റ് എന്നുള്ള അതിൻ്റെ ഓർഡറാണ്. 29 തൊട്ടുള്ള വാക്യങ്ങളിലെ പ്രവാചകൻ 2 or 3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ എന്ന് പറയുന്നു. പ്രവാചകൻ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സഭ കൂടുമ്പോൾ 2 or 3 പേര് പ്രവചിക്കണം. മറ്റ് പ്രവാചകന്മാർ ദൈവാത്മപ്രേരിതമായിട്ടാണോ ഇവർ പ്രവചിക്കുന്നത് വിവേചിച്ച് മനസ്സിലാക്കണം. നേരത്തെ വെളിപ്പെടുത്തിയ സത്യങ്ങളോട് പൊരുത്തപ്പെടാത്തതാണോ അതോ വ്യാജ ആത്മാവിലാണോ എന്ന് വിവേചിക്കണം. നമുക്കറിയാം, ഈ വ്യാജ പ്രവാചകന്മാർ ഒരുപാടുണ്ട്. 2 പത്രോസ് 2:1 എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ഉപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്ര നാശം വരുത്തും. അവരുടെ കാര്യങ്ങളെ താഴോട്ട് പറയുന്നത്. അവർക്ക് ദുഷ്കാമ പ്രവൃത്തി, ഫാൾസ് പ്രോഫറ്റിൻ്റെ കാര്യം പറയുന്നത് 2-ാം വാക്യത്തിലെ ദുഷ്കാമ പ്രവൃത്തി, സത്യമാർഗം ദുഷിക്കപ്പെടും, ദ്രവ്യാഗ്രഹത്തിൽ കൗശലം പറയും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. ഇതെല്ലാം ഈ പ്രവാചകന്മാർ ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രവാചക ശുശ്രൂഷയിൽ അവർ കൂടുമ്പോൾ 1 or 2 പേര് മാത്രം പ്രവചിക്കണം. മറ്റേ പ്രവാചകന്മാരവിടെ ഉണ്ടെങ്കിൽ അവർ ദൈവാത്മപ്രേരിതമായിട്ടാണോ പ്രവചിക്കുന്നത് വിവേചിച്ച് പറയണം. കാരണം എല്ലാവരുടെയും ഒരേ ആത്മാവല്ല, അന്നേരം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു തിങ്കിങ്ങാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഒരാൾ മുഴുവൻ സമയം പ്രസംഗിക്കരുത്. ഓരോരുത്തരായി അത് നിർവഹിച്ചാൽ എല്ലാവർക്കും പ്രയോജനമായിരിക്കും എന്ന് മനസ്സിലാക്കി അത് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാനത്തിൻ്റെ ദൈവമത്രേ. ഇവിടെ ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകന് കീഴടങ്ങിയിരിക്കണം. അവിടെ അടിയുണ്ടാക്കുകയല്ല. പ്രവാചക ശുശ്രൂഷയിൽ പോലും അവർ അന്യോന്യം അടിയുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ശുശ്രൂഷയല്ല ഈ പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകന് കീഴടങ്ങിയിരുന്ന് ദൈവാത്മാവിൻ്റെ നിയന്ത്രണം, അതുപോലെ വിവേകവും അവിടെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. കീഴടങ്ങിയില്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമല്ല, ജഡത്തിൻ്റെ ആവേശമായി തീരും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല,
സമാധാനത്തിൻ്റെ ദൈവമത്രേ. 33-ാം വാക്യം. ദൈവപ്രകൃതിയിൽ ക്രമവും സമാധാനവും സഭകൾ കാണണം. സമൂഹത്തിലെ സമാധാനം ദൈവീക പ്രവർത്തനത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അടയാളമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭയഭക്തിയോടെ ക്രമം സഭയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് സമാധാനത്തിൻ്റെ ദൈവം എന്ന് ഇവിടെ പറയുന്നത്. സമാധാനത്തിൻ്റെ ദൈവമാണ്. സഭയിലെ കലക്കവും വഴക്കവും ഒന്നും ഉണ്ടാക്കുന്നതല്ല. ഇവിടെ കൊരിന്ത്യ സഭയിൽ ഈ ഗിഫ്റ്റുകളുടെ ആധിക്യം കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം പ്രവാചകന്മാരുടെ എണ്ണം കൂടി, അതുപോലെ അന്യഭാഷ പറയുന്നവരുടെ എണ്ണം കൂടി, പുതുതായിട്ട് വരുന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ പിന്നീട് ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ പറയാം, സ്ത്രീകൾ സഭയിൽ കയറി പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം, സഭയിൽ സ്ത്രീകൾ എന്താ ചെയ്യണമെന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ഒരു കലക്കം. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നമ്മളിപ്പോൾ ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു 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 എല്ലാം കൂടെ കൂടി ഒരു അവിയൽ പരുവത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ 2-3 എപ്പിസോഡിൽ ഇവരുടെ ഇടയിലുള്ള കർത്തുമേശയെക്കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണെന്ന് അത് മലിനമാക്കി കളയുന്ന കാര്യം പറഞ്ഞു. എല്ലാ രീതിയിലും വേണ്ട ഒരു ടീച്ചിങ് സഭയ്ക്കില്ലാതെ പോയി. അതുകൊണ്ട് ഇവർ ഈ എഴുതി അന്വേഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഓരോന്ന് പറഞ്ഞ് ഇവരെ പഠിപ്പിച്ച് കൊണ്ടുവരുന്ന കാര്യമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞു, പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞു. പ്രവചനമാണ് അന്യഭാഷയെക്കാളും ബെറ്റർ എന്ന് പറയാനുള്ള കാര്യം പറഞ്ഞു. അത് ജനങ്ങളോട് പറയുന്നതായതുകൊണ്ടാണ് അത് ബെറ്ററായെന്ന് പറഞ്ഞു. മറ്റേ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് അധികം ആളുകൾ അന്യഭാഷയിൽ പറയാതെ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ മാത്രം പറയുക, ഇല്ലെങ്കിൽ അത് പറയാതിരിക്കുക. മറ്റുള്ളത് പ്രവചനം അത് കൂടുതൽ എഡിഫിക്കേഷന് വേണ്ടിയുള്ളതാണ്, ആളെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്, ആശ്വാസം നൽകുന്നതാണ്. അത് സഭയിൽ പറയട്ടെ എന്ന് പറഞ്ഞു. അത് ദൈവം കലക്കത്തിൻ്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്, സമാധാനത്തിൻ്റെ ആത്മാവിനെയാണ്. ആ പ്രവാചകന്മാർ തമ്മിൽ പോലും ഇഷ്യൂ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഇവിടെ എന്ത് ചെയ്യാണ്. ഞാൻ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. നമുക്കിത് തുടർമാനമായിട്ട് ചിന്തിക്കാം. പ്രത്യേകിച്ചും ഇനി സഭയിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യവും അവരതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോഴേ പ്രെസ്ബിറ്റേറിയൻ ചർച്ചസിലും മറ്റുള്ള പ്രൊട്ടസ്റ്റന്റ് ചർച്ചസിലും ഒക്കെ സഭയിലെ ലീഡർഷിപ്പിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരികയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അതുപോലെ ലോക്കൽ ചർച്ചിലെ സ്നാനം കൊടുക്കുന്നതും അതുപോലെ കമ്മ്യൂണിയൻ കൊടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ ശുശ്രൂഷകളും സ്ത്രീകൾ ഏറ്റവും ഫോർഫ്രണ്ടിലുണ്ട്. അത് ദൈവകൽപ്പനയാണോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. തീർച്ചയായും ഇത് നിങ്ങൾ കാതോർത്തിരിക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനമായി തീരും. ഇത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരിക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ പ്രെയർ റിക്വസ്റ്റിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് രാത്രിയിൽ വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഞങ്ങൾ പകൽ ട്രാവലും മിഷൻ വർക്കും ഒക്കെ ആയതുകൊണ്ട് സമയം കിട്ടിയെന്ന് വരികയില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള വാദങ്ങളും തർക്കങ്ങളും അതുപോലെ സഭയിൽ നടക്കുന്ന ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചുള്ള അത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണല്ലോ ഞങ്ങൾ ചിന്തിച്ചത്. പലപ്പോഴും കൊരിന്ത്യ സഭയിൽ അത് പ്രശ്നമായി തീർന്നു. ഇപ്പോഴും ഞങ്ങൾക്കത് മാർഗ്ഗദർശനമായിട്ട് ഞങ്ങളുടെ മുമ്പിലുണ്ട്. കർത്താവെ, അതൊക്കെ യൂസ് ചെയ്യുമ്പോഴേ ബുദ്ധിയോടുകൂടി യൂസ് ചെയ്യുവാൻ, കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞതനുസരിച്ച് യൂസ് ചെയ്യുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പാനായിട്ട്, ദൈവത്തിൻ്റെ വരങ്ങളെ വാഞ്ചിക്കാനായിട്ട്, നിൻ്റെ കർത്താവെ സന്നിധിയിലിരുന്ന് നീയുമായിട്ട് ഉള്ള നിൻ്റെ സൗണ്ട് കേട്ട് ഈ ദിവസങ്ങൾ ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം കൂടെ ഇരുന്ന് സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, പണത്തിൻ്റെ ആവശ്യത്തിൽ ഞെരുങ്ങുന്ന ചില വ്യക്തികൾ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അറിയാത്ത വഴികളിൽ നിന്ന് അവരുടെ റിസോഴ്സസ് എല്ലാം വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുണ അവരുടെ മേൽ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രവർത്തന മേഖലകളിലായാലും ആ സാമ്പത്തിക മേഖലകളെ നീ അഭിവൃദ്ധിപ്പെടുത്തുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, മാരേജിനാണ്, ഭവന നിർമ്മാണത്തിനാണോ, അതോ ബാക്കിയുള്ള ക്രമീകരണങ്ങളോ ഏതാണെങ്കിലും ദൈവമേ നീ അത് കാണിച്ചു കൊടുക്കുകയും വഴികളെ തുറന്നു കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി വാച്ച് ചെയ്യുക. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ആമേൻ.